ഹലോ ഗൈസ്, അപ്പൊ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? എന്താ പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ബിരിയാണി ഉണ്ടാക്കാം, ദം ബിരിയാണി. അപ്പം അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. നൈറ്റ് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ വേറെ ഇടാവേ. അപ്പൊ നമുക്ക് ബിരിയാണി കിടന്നാലോ? ബിരിയാണി ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ ആദ്യം ഞാനൊരു മണ്ടത്തരം ചെയ്തു. ആദ്യം അരി കഴുകിയിട്ട് ഞാൻ കുതിർക്കാൻ വെച്ചു. ശരിക്കും ആദ്യം ചിക്കനൊക്കെ വറുത്ത് അതിന് മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ ഞാനൊരു മണ്ടത്തരത്തിന് ആദ്യമേ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ചോറ് വെച്ചു. ബിരിയാണിക്കുള്ള ചോറ് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സവാള നന്നായി വഴറ്റിയിട്ട് ഇപ്പം ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാൻ തുടങ്ങിയത്. റെസിപ്പി തുടങ്ങിയ പിന്നെ ഇടാം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. നൈസ് ബിരിയാണി ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ദം ബിരിയാണി ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് വെക്കണമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ദം ചെയ്യണമല്ലോ. നമുക്ക് ആദ്യം ചോറ് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് ഗരം മസാല എന്തൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ദം ചെയ്യാം. ദം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അടിപൊളിയാണ്. പിന്നെ കാലിന് ഭയങ്കര വേദന ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇടയ്ക്ക് ഇരുന്നിട്ടാണ് പതിയെ പതിയെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഇത്രയോട് ബായ്.